ചങ്ങനാശ്ശേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ വിദ്യാഭ്യാസ സാമൂഹികക്ഷേമ സഹായവും പുരസ്കാര വിതരണവും ഞായറാഴ്ച നടന്നു. സ്നേഹദർപ്പണം 24 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 22 വർഷം ചങ്ങനാശ്ശേരിയിലെ മർച്ചന്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചവരല്ല. കേരളത്തിലെ മൊത്തം ജനങ്ങളെ ചങ്ങനാശ്ശേരിക്ക് ആകർഷിച്ചത് നമുക്കറിയാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മാർക്കറ്റ് തന്നെ പേടിക്കൊണ്ടിരുന്ന ആനയെ വിറ്റ് അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തി പ്രവർത്തനം ആരംഭിച്ച ഈ മാർക്കറ്റ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന വഴിയിലൂടെ മതസൗഹാർദ്ദപരമായി എല്ലാ ആളുകളും ഒരുപോലെ കണ്ടുകൊണ്ട് നല്ല ജനസേവനം നടത്തിയ ഒരുപറ്റ വ്യാപാരികളാണ് ചങ്ങനാശ്ശേരി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനമുണ്ട്. നമുക്കറിയാം, ലാഭത്തെക്കാൾ ഉപരിയായി സേവനത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിച്ചവരാണ് ഇവിടുത്തെ വ്യാപാരികൾ. വ്യാപാര രംഗത്ത് മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രംഗത്ത്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവർക്ക് കൈത്താങ്ങ് വരുവാനൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുള്ള വലിയ താല്പര്യത്തിലെ അവസരത്തിൽ പ്രത്യേകമായി അനുമോദിക്കാം. സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ ജോസഫ് പ്ലാന്തോട്ടം അധ്യക്ഷനായി. നഗരസഭാധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇത്തവണത്തെ സ്നേഹപ്രഭ പുരസ്കാരം ഷാജി P. ജേക്കബിനും സ്നേഹദീപ്തി പുരസ്കാരം അഞ്ചപ്പം ട്രസ്റ്റിനും സമ്മാനിച്ചു. പ്രൈഡ് ഓഫ് ചങ്ങനാശ്ശേരി അവാർഡ് ബിഫി വർഗീസ് പുല്ലുകാടിനും ദിവ്യ ആൻ മാത്യു പടിഞ്ഞാറേക്കളത്തിനും നൽകി. വ്യാപാരി രത്ന പുരസ്കാരം ജോയൽ ജേക്കബ് മാത്യു ഏറ്റുവാങ്ങി. ചടങ്ങിൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. വിദ്യാഭ്യാസ അവാർഡ്, സ്കൂളുകൾക്കുള്ള സഹായം, ചികിത്സാ സഹായം എന്നിവയും വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സാംസൺ M. വലിയപറമ്പിൽ, മർച്ചന്റ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CC മാത്യു, ജനറൽ സെക്രട്ടറി സണ്ണി ജോസഫ് നെടിയകാലാപറമ്പിൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് റൂബൻ ജേക്കബ് ചാണ്ടി, റൌഫ് റഹീം എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ വയലാർ രാമവർമ്മ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി വാർഷികം ആചരിച്ചു. H. സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഒരു കാലത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അതിലെ ഒരു കൃതി ചങ്ങനാശ്ശേരിയുടെ വർത്തമാനകാലത്ത് വായന എന്നുള്ളതാണ് വിഷയം. അവതാരകന്റെ അതിന്റെ കടന്നു പറയും. കുമാരനാശാന്റെ ഓരോ കൃതികളിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാമൂഹികമായ പ്രത്യേകതയുള്ള ഒന്നാണ് എന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ള കൃതി പലപ്പോഴും കുമാരനാശാനെ കാണാൻ പറ്റില്ല. പല പഴയ സാഹിത്യകാരന്മാരുടെ കൃതികൾ വായിച്ചാലും കാണുന്ന പ്രത്യേകത അതേപോലെ സമൂഹവുമായി വല്ലാത്തൊരു ബന്ധം നീക്കുന്ന സാഹിത്യ സൃഷ്ടികളാണ് എന്നതാണ്. അവരെല്ലാം ജീവിച്ചൊരു കാലത്ത് സമൂഹത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാവ്യമായി നോവൽ എങ്ങനെയൊക്കെയാണ് ആശാന്റെ കൃതികൾ നോക്കിയാലും, തലയുടെ നോവലുകൾ വായിച്ചാലും, ചങ്ങമ്പുഴയുടെ കൃതികൾ വായിച്ചാൽ ഏത് നിലയിൽ ആ കാലഘട്ടത്തിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. കുമാരനാശാന്റെ ജീവിതവുമായും കാവ്യസൃഷ്ടികളുമായും ബന്ധപ്പെട്ട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും ചണ്ടാലഭിക്ഷുകിയുടെ വർത്തമാനകാല വായന എന്ന വിഷയത്തിൽ ചർച്ചയും സംഘടിപ്പിച്ചു. കപ്പക്കട PKC സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ V. ഉപേന്ദ്രൻ അധ്യക്ഷനായി. A. ഓമനക്കുട്ടൻ, പുന്നപ്ര ജ്യോതികുമാർ, R. രജിമോൻ, ലക്ഷ്മി തോട്ടപ്പള്ളി, അമലേന്ദു എന്നിവർ സംസാരിച്ചു. K. മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജനകീയ പ്രതിരോധ കൺവെൻഷന് തുടക്കമായി. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ പ്രമുഖ ചരിത്ര പണ്ഡിതൻ ഡോക്ടർ രാം പുനിയാനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാം ഇന്ന് ജീവിക്കുന്നത് അപ്രഖ്യാപിത അടിയന്തര അവസ്ഥയിലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. In different areas of our science and society that is being undermined in preference to faith-based lack of knowledge. I was going to say faith-based knowledge, but obviously the type of faith-based things which you are studying, we all know. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ശാസ്ത്രയുക്തി, യുക്തിചിന്ത എന്നിവ കുഴിച്ചുമൂടപ്പെടുകയാണ്. മുതലാളിത്തവും വർഗീയവാദികളും തമ്മിലുള്ള അവിശുദ്ധ സഖ്യം ഇവിടെ നിലനിൽക്കുന്നു. അതാണ് നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന പ്രശ്നവുമെന്ന് ഡോക്ടർ രാം പുനിയാനി അഭിപ്രായപ്പെട്ടു. ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ K. അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു. P. K. പോക്കർ, പ്രമോദ് പുഴങ്കര, M. P. മത്തായി, ജോസഫ് C. മാത്യു, ശ്രീധർ രാധാകൃഷ്ണൻ, CR. നീലകണ്ഠൻ, M. ഷാജർ ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30 തിങ്കളാഴ്ച വൈകുന്നേരം 4-ന് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര നട തുറക്കും. തന്ത്രി ഖണ്ഡരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുക.
മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടി ദർശനം നടത്താം. മണ്ഡല പൂജകൾ കഴിഞ്ഞ് ഡിസംബർ 26 രാത്രി 10 ഹരിവരാസനം പാടി നടയടച്ചിരുന്നു. ഡിസംബർ 30 ആരംഭിക്കുന്ന മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തുന്നത്. മകരവിളക്ക് മഹോത്സവ ദിനങ്ങളിൽ അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിനു വേണ്ടി മെഡിക്കൽ ഓഫീസർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒരു റിസർവ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമിന്റെ സേവനം ഹിൽ ടോപ്പ്, ഹെയർപിൻ വളവ്, ഹിൽ ഡൗൺ, ദേവസ്വം പെട്രോൾ പമ്പ്, ത്രിവേണി പാലം, KSRTC ബസ് സ്റ്റേഷൻ, ചക്കുപാലം, ചാലക്കയം, അട്ടത്തോട് എന്നിവിടങ്ങളിൽ ലഭ്യമാക്കും. മരുന്നുകൾ, ബ്ലീച്ചിംഗ് പൗഡർ മുതലായവ പമ്പയിൽ ആവശ്യാനുസരണം ശേഖരിച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ വിനായകൻ അറിയിച്ചു. ചങ്ങനാശ്ശേരി തുരുത്തി ക്ലിന്റ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഏകദിന ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച തുരുത്തിയിലെ മാർ ജോസഫ് പൗവത്തിൽ മെമ്മോറിയൽ ഹാളിലായിരുന്നു ക്യാമ്പ്. വരകളും വർണ്ണങ്ങളും കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ച അത്ഭുത ബാലനായിരുന്നു ക്ലിന്റ്. ക്ലിന്റിന്റെ പേരിൽ ചങ്ങനാശ്ശേരി തുരുത്തിയിൽ പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലിന്റ് ബാലവേദിയുടെ സഹകരണത്തോടെ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാർ ജോസഫ് പൗവത്തിൽ മെമ്മോറിയൽ ഹാളിൽ ശനിയാഴ്ച നടന്ന ക്യാമ്പ് തുരുത്തി മർത്തമറിയം ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് വരിക്കപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. ഞാനിത് വലിയൊരു ആർട്ടിസ്റ്റൊന്നും അല്ല, കലാകാരനൊക്കെ അല്ല. നല്ല കയ്യേശ്വരത്തിൽ ഉരുട്ടി എഴുതാൻ പോലും വിഷമിക്കുമ്പോൾ ഇങ്ങനെ പടം വരയുടെയൊക്കെ ഉദ്ഘാടനത്തിൽ വരിക. എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ നാട്ടുകാരൊക്കെ ഇത് ചെയ്യുന്ന കാണുമ്പോൾ അതിൽ സന്തോഷിക്കാൻ സാധിക്കാനൊരു കഴിവുണ്ട്. പാട്ടാണേലും പാടാനത്തിൽ പറ്റില്ലെങ്കിലും പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണെന്ന് പറയുന്ന പോലെ വരകൾ കാണുന്നതും അല്ലെങ്കിൽ ഇതുപോലെ വരയ്ക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ ക്ലിന്റ് സാംസ്കാരിക വേദി പ്രസിഡന്റ് റോയി ജോസഫ് അധ്യക്ഷനായി. സെക്രട്ടറി TD സാജപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല തോമസ്, ക്ലിന്റ് ബാലവേദി സെക്രട്ടറി ആസിയ അജീബ് എന്നിവർ സംസാരിച്ചു. NG സുരേഷ് കുമാർ, K സദാനന്ദൻ, S ശ്രീരാഗ്, ലക്ഷ്മി സദാനന്ദൻ, ക്യാമ്പ് ഡയറക്ടർ EJ റോയിച്ചൻ എന്നിവർ ക്ലാസ് നയിച്ചു. NG സുരേഷ് കുമാർ ചിത്രം വരച്ചുകൊണ്ടാണ് ക്യാമ്പിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന മാന്നാർ ജനസംസ്കൃതിയുടെ ഈ വർഷത്തെ പുരസ്കാരം മാന്നാർ നായർ സമാജം സ്കൂൾ പ്രസിഡന്റ് KG വിശ്വനാഥൻ നായർക്ക് സമ്മാനിച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത്. മാന്നാർ നായർ സമാജം ഗേൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ദേവരാജൻ നായർ അനുസ്മരണ സമ്മേളനത്തിൽ പ്രൊഫസർ PD ശശിധരൻ അവാർഡ് സമ്മാനിച്ചു. 10,001 രൂപയും ഫലകവും അടങ്ങിയതാണ് അവാർഡ്. യോഗത്തിന്റെ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി നിർവഹിച്ചു. 20 വർഷക്കാലമായി മാന്നാറിന്റെ സാംസ്കാരിക ലോകത്തെ തുടർന്നു നിൽക്കുന്ന ജനസംസ്കൃതി കേരളത്തോളം നമുക്ക് ഒരുപാട് സന്തോഷം പകരുന്ന അനുഭവങ്ങളാണ് ജനസംസ്കൃതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ജനങ്ങളെ ചേർത്ത് നിർത്തി സാംസ്കാരികപരമായിട്ടുള്ള രംഗത്ത് വളരെയധികം ഓരോ പരിപാടികൾ ഓരോ വർഷവും നടത്തുമ്പോഴും നമുക്ക് ഓരോ തരത്തിലുള്ള പ്രചോദനമാണ് ഈ സംഘടനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ജനസംസ്കൃതി പ്രസിഡന്റ് കലാലയം ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. KPCC മുൻ അംഗം മാന്നാർ അബ്ദുൽ ലത്തീഫ്, അഡ്വക്കേറ്റ് S ശിവകുമാർ, KR രാമചന്ദ്രൻ നായർ, D വേണുകുമാർ, സുരേഷ് ചേക്കോട്ട് എന്നിവർ സംസാരിച്ചു. KG വിശ്വനാഥൻ നായർ മറുപടി പ്രസംഗം നടത്തി. സെക്രട്ടറി PN ശെൽവരാജൻ സ്വാഗതവും J ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കാഞ്ഞിരപ്പള്ളി അമല തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നാടകവും അരങ്ങേറി. 86 വർഷം പൂർത്തീകരിച്ച ബാലസംഘത്തിന്റെ സ്ഥാപക ദിനം ചമ്പക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ കാർണിവലായി സംഘടിപ്പിച്ചു. പുന്നക്കുന്നത്ത് നടന്ന സമ്മേളനം പ്രശസ്ത മജീഷ്യൻ മനു മങ്കൊമ്പ് ഉദ്ഘാടനം ചെയ്തു. നടക്കുന്ന ആശയം എന്താണെന്ന് ഇപ്പോൾ ഞാൻ കേട്ട് മനസ്സിലാക്കി. നമ്മൾ കാണപ്പെട്ട ദൈവങ്ങൾ ആരാണെന്ന് സാർ ചോദിച്ചു. ഒരു കുട്ടി പറഞ്ഞു മാതാപിതാവ്, അതോടൊപ്പം തന്നെ ഗുരുവും ദൈവവും തന്നെയാണ്. വിദ്യ ആര് പറഞ്ഞു തന്നാലും അത് ഗുരുവാണ്. എന്ത് വിദ്യയാണെങ്കിലും അത് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഈ കുഞ്ഞ് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പുതിയ ഒരു വാക്ക് പറയുന്നത് അത് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരു ഗുരുവാണ് ആ കുഞ്ഞ്. അതുകൊണ്ട് അതിന് പണമോ സമ്പത്തോ സൗന്ദര്യമോ ഒന്നുമല്ല, അറിവ് എന്ന് പറയുന്നത് എവിടെയും കിട്ടും. അപ്പൊ ഇതിന്റെ ഉദ്ദേശ ശുദ്ധി വളരെ വലുതായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് മാത്രമല്ല ഒരു വെളിപ്പെടുത്തുള്ള കാര്യമാണ്. ബാലസംഘം മേഖലാ പ്രസിഡന്റ് ക്രിസ്റ്റീന സോണി അധ്യക്ഷത വഹിച്ചു.
CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ, KP അഭിലാഷ്, ബീന സാബു, ബെന്നി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. 86 വർഷം പൂർത്തീകരിച്ച ബാലസംഘത്തിന്റെ സ്ഥാപക ദിനം കേക്ക് മുറിച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും കുട്ടികൾ ആഘോഷിച്ചു. മജീഷ്യൻ മനു മങ്കൊമ്പിന്റെ മാജിക്കും അരങ്ങേറി. രണ്ട് നൂറ്റാണ്ടോളമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ തലവടി CMS ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, സാഹിത്യകാരൻ MD വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗം ആരംഭിച്ചത്. പ്രധാന അധ്യാപകൻ റജിൽ സാം മാത്യു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ റവറൻ തോമസ് നോർട്ടൺ നഗറിൽ നടന്ന ക്രിസ്മസ് പുതുവത്സര സംഗമം പ്രസിഡന്റ് റവറൻ മാത്യു ജിലോ നൈനാൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂൾ റീബിൽഡ് ചെയ്യുവാൻ തക്കവണ്ണം, പുതുക്കി പണിയാൻ തക്കവണ്ണം പൂർവ്വ വിദ്യാർത്ഥി സംഘടന മുന്നിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത്. അത് സംഭാവന അത് നേരിട്ട് വാങ്ങിയല്ല, സാറ് പറഞ്ഞ ഹൃദയത്തിൽ നിന്നും ലഭ്യമാകുന്നതായിട്ടുള്ള സംഭാവനകളാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോൺസൺ വീടിക്കള എത്രയോ സമയമാണ് ഈ സ്കൂളിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം വിനിയോഗിക്കുമ്പോഴാണ് പണവും നൽകപ്പെടുന്നത്. അതിലൂടെ കൂടുതൽ കുട്ടികൾ ഈ ദേശത്തുള്ള ആളുകളിലൂടെ ആകർഷിക്കപ്പെടും. ഇതിവിടെ നിലനിൽക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് ഏറ്റെടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ന് വലിയൊരു ചാലകശക്തിയായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്ന പോലെ സ്കൂൾ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്കൂൾ നഴ്സറി വിഭാഗം ഉണ്ടാക്കുന്നതിനും ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് നിർമ്മിക്കുന്നതിനും ഇതിനോടകം തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെയധികം. സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അധ്യക്ഷത വഹിച്ചു. ട്രഷറർ AB മാത്യു ചോളകത്ത് ക്രിസ്മസ് സന്ദേശം നൽകി. കൺവീനർ അഡ്വക്കേറ്റ് MR സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് ഐസക് രാജു, സ്കൂൾ ഉപദേശക സമിതി അംഗം സജി എബ്രഹാം, വണ്ടർ ബീറ്റ്സ് കൺവീനർ GB ഈപ്പൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. 25 വർഷത്തെ അധ്യാപക സേവനത്തിന് ശേഷം വിരമിക്കുന്ന ആനി കുര്യൻ തോട്ടുകടവിൽ പൂർവ്വ വിദ്യാർത്ഥികളായ GB ഈപ്പൻ, മാത്യൂസ്, പ്രദീപ്, ജോസഫ്, MG പ്രകാശ് എന്നിവരെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും പഠനത്തിനും ആവശ്യമായ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി സജ്ജമാക്കി കൊടുത്ത പ്രീ പ്രൈമറി നഴ്സറി സെന്ററിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും CSI സഭ മുൻ മോഡറേറ്ററുമായ ബിഷപ്പ് തോമസ് K ഉമ്മൻ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടനാ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. കുട്ടനാട് എക്സൈസ് റേഞ്ച് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീജിത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. 25 വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കുട്ടനാട് റേഞ്ചിൽ വെച്ച് നിങ്ങളെ ഏവരെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ സംഘടനയുടെ മുതിർന്ന അംഗവും ജില്ലാ സെക്രട്ടറി കൂടിയായ ശ്രീ സതീഷ് സാറിനോട് നൽകിയിട്ടുള്ള സംഘടനയുടെ ഈ വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം നടത്തുന്നതിന് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി നിർവഹിക്കുകയാണ്. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PD കലേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ജയദേവ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ്, സുബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. 104 വയസ്സുള്ള വയോധികനെ ആദരിച്ച് മാന്നാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ്. ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിൽ നടന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ചാണ് ഈഴക്കടവ് തുണ്ടിൽ വീട്ടിൽ നാണു അപ്പൂപ്പനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കുട്ടികൾ ആദരിച്ചത്. ക്യാമ്പുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി ലിവിംഗ് പ്രോഗ്രാമായ സ്നേഹ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നിർമ്മാണ തൊഴിലാളിയായിരുന്ന 104 വയസ്സുള്ള ചെന്നിത്തല ഈഴക്കടവ് തുണ്ടിൽ വീട്ടിൽ നാണുവിന് ആദരവ് നൽകിയത്. വോളണ്ടിയേഴ്സിനു വേണ്ടി സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ നാണു അപ്പൂപ്പനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തന്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് അപ്പൂപ്പൻ കുട്ടികളോട് ഓർമ്മകൾ പങ്കുവച്ചു. ചടങ്ങിൽ ഈഴക്കടവ് വാർഡ് മെമ്പർ ഗോപൻ ചെന്നിത്തല, സ്കൂൾ സെക്രട്ടറി ഗണേഷ് കുമാർ, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാജശേഖരൻ പിള്ള, ശശിധരൻ R പിള്ള, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ K ബിനു, NSS പ്രോഗ്രാം ഓഫീസർ MK രമേഷ് കുമാർ, NSS വോളണ്ടിയർ ലീഡർമാരായ ആകാശ്, ആരഭി, അജിത് എന്നിവർ സംസാരിച്ചു. 25ഓളം NSS വോളണ്ടിയർമാർ ചടങ്ങിൽ പങ്കെടുത്തു. സപ്തദിന ക്യാമ്പിന്റെ സമാപന സമ്മേളനം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ R രാജീവൻ അധ്യക്ഷനായിരുന്നു.
ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ മങ്കൊമ്പ് തെക്കേക്കരയിൽ പ്രവർത്തിക്കുന്ന ശബരിമല ഇടത്താവളത്തിൽ ശനിയാഴ്ച നടന്ന നീരാഞ്ജന പൂജ ഭക്തിസാന്ദ്രമായി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വൈഗാലക്ഷ്മി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഇടത്താവളത്തിൽ നടന്ന ഗണപതി പൂജയ്ക്ക് പുല്ലമ്പില ക്ഷേത്രം മേൽശാന്തി വിപിൻജിത് നാരായണനും നീരാഞ്ജന പൂജയ്ക്ക് മുല്ലയ്ക്കൽ എസ് കവിരാജും കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം ദേശീയ ജനറൽ സെക്രട്ടറി ഈറോഡ് രാജൻ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. 40 ദിവസത്തെ വ്രതം അതാണ് മുഖ്യം, അതാണ് ഇമ്പോർട്ടന്റ്. ആ വ്രതമാണ് നമ്മളെ ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും ആ ആത്മീയിൽ നിന്നും മെല്ലെ 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 കൈപിടിച്ചുകൊണ്ട് നമ്മളെ ഓരോ പടിയും കയറ്റി 18-ാം പടി കയറ്റിത്തരുന്നത് നമ്മൾ ആചരിക്കുന്ന വ്രതമാണ്. ആചരിക്കുന്ന വ്രതം എന്ന് പറയുമ്പം 2 നേരം കുളിക്കുന്നുണ്ടോ, ഭക്ഷണം, അതൊക്കെ ഉണ്ട്. അതൊന്നും മാത്രമല്ല, നമ്മുടെ ഈ ശബരിമലയ്ക്കുള്ള അയ്യപ്പന്റെ മുദ്ര ധരിച്ചതിന് ശേഷം നമ്മുടെ മനസ്സ് എത്രത്തോളം പവിത്രമാകുന്നു, എത്രത്തോളം മനസ്സിൽ നമ്മൾ അയ്യപ്പനെ സ്വീകരിക്കുന്നു, അയ്യപ്പനെ നമ്മൾ സാക്ഷാത്കരിക്കുന്നു, അതിനനുസരിച്ചായിരിക്കും വ്രതത്തിന്റെ പക്വത. നീ കുളിച്ചോ ഇല്ലയോ, നീ ചോറ്, അതൊക്കെ വ്രതത്തിന്റെ ഒരു ഭാഗമാണ്, ശരീരത്തിന് വേണ്ട ഒരു ഭാഗമാണ്. പക്ഷെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ്, വളരെ പ്രധാനമായത് മനസ്സിൽ കിട്ടേണ്ട പരിശീലനമാണ്, മാനസികമായ പരിശീലനം. ആ പരിശീലനം കൊണ്ടാണ് നമ്മൾ മെല്ലെ 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 മുകളിലോട്ട് വരുന്നത്. വൈഗാലക്ഷ്മിയുടെ സംഗീതാർച്ചനയും ദീപാരാധനയ്ക്ക് ശേഷം ചമ്പക്കുളം കല്ലമ്പള്ളി അയ്യപ്പ സേവാ സംഘത്തിന്റെ ഭജനയും നടന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.